ദൈവനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധമായ 50 ദിനത്തിൻ്റെ നോമ്പ് ആചരിക്കുന്ന ഈ അവസരം സെൻസിസ് മീഡിയയിലൂടെ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കുവാനും ഒരവസരം ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ഒന്ന് ചേരാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൽ 19 തിരുവചനം ഇപ്രകാരം പറയുന്നു: പീഡനത്തിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധമായ പീഡാസനത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഈ ദിവസങ്ങൾ ഈ വചനം നിന്നെ ശക്തമായി സ്വാധീനിക്കട്ടെ. പീഡനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ആത്മബലം നിനക്ക് ലഭിക്കട്ടെ. സഹനങ്ങൾ ഓരോന്നും ഓരോ ദിവസവും പല വഴികളിലൂടെ നിന്നെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. ആ സഹനങ്ങളുടെ വഴികളൊന്നും തന്നെ നീ അടർത്തി കളയണ്ട, നീ എടുത്തു മാറ്റണ്ട, അതിൽ നിന്ന് നീ ഓടി അകലാൻ ശ്രമിക്കുകയും വേണ്ട. കാരണം ആ സഹനങ്ങൾ നിനക്ക് തരുന്നത് നിന്റെ പരിശുദ്ധാത്മ അഭിഷേകത്തിലുള്ള നിന്റെ ബോധ്യവും വിശ്വാസവും വർദ്ധിച്ച് കർത്താവ് യേശു മിശിഹായുടെ പീഡാസഹനത്തോട് നീ ചേർക്കപ്പെടുവാൻ എത്രമാത്രം നീ ഒരുക്കപ്പെടുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. അപ്രകാരമുള്ള ഒരു ശുദ്ധീകരണത്തിൻ്റെ കർമ്മം നടക്കുന്ന ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ നോമ്പിൻ്റെ ദിനങ്ങൾ. ഇതൊരു ശുദ്ധീകരണ കർമ്മം നടക്കുന്ന ദിവസങ്ങളാണ്. ഇതിന് നിന്നെ തന്നെ നീ വിട്ടുകൊടുക്കുകയും നിന്റെ ബോധ്യങ്ങളിലും നിന്റെ ജീവിതത്തിലും കർത്താവ് യേശു മിശിഹായുടെ പീഡാസനങ്ങൾ അടിത്തറ പാകുന്ന അനുഭവമായി മാറട്ടെ. ഈശോ എപ്പോഴും സഹനങ്ങളെ സ്നേഹിച്ച കർത്താവാണ്. സഹനങ്ങളെ തള്ളിക്കളയുന്നില്ല. എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ എന്നാണ് ഈശോ മിശിഹ നമ്മെ പഠിപ്പിച്ചത്. ആയതുകൊണ്ട് ദൈവസ്നേഹം നിന്നിൽ ആഴപ്പെടട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ അനുഭവത്തിൽ സഹനങ്ങളെ സ്വീകരിക്കാനുള്ള ആത്മബലം നിനക്ക് കിട്ടട്ടെ. സഹനങ്ങളിൽ നിന്ന് ഓടി അകലുകയല്ല, സഹനങ്ങളെ സ്നേഹിക്കുകയാണ് നീ ചെയ്യേണ്ടത്. ഈശോ പഠിപ്പിക്കുന്ന അതാണ്, സഹനങ്ങളെ സ്നേഹിക്കുന്ന ഈശോ. അതുകൊണ്ട് കുരിശിനെ ചേർത്ത് പിടിക്കുന്നതിലും കുരിശ് തോളിൽ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ പൂർണ്ണമായും തള്ളിക്കളയാതെ അതിനെ ഉൾക്കൊള്ളാൻ തക്ക വിധം തൻ്റെ ചുമൽ ചരിച്ചു കൊടുക്കാനും താഴ്ത്തി കൊടുക്കാൻ ഈശോ സന്നദ്ധനാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ ഭാരമേറിയ കുരിശ് ഈശോയ്ക്ക് അത് വേദനാജനകമാകുന്നില്ല. അതിനെ സ്നേഹിക്കുകയാണ്. അവസാന നിമിഷം വരെ, ഗാഗുൽത്തായുടെ ചൂട് വരെ കയറാൻ തക്ക വിധമുള്ള ആത്മബലം കിട്ടിയത് ആ കുരിശിനെ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണത്താണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള തിക്താനുഭവങ്ങൾ കയറി വരുമ്പോൾ അവയെ തള്ളിക്കളയാതെ അതിനെ നീ ഉൾക്കൊള്ളുക. അത് ആരിലൂടെയാമാകാം, മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ സ്നേഹിതരിലൂടെയോ ബന്ധുമിത്രാദികളിലൂടെയോ സുഹൃത്തുക്കളുടെയോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ, ഒരിക്കലും കരുതാതിരുന്ന നിമിഷങ്ങളിൽ കടന്നു വരുന്നതാണ്. അവിടെയാണ് നീ താഴെ പോകുന്നത്. നീ പീഡനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത വിധം കൈവിട്ടു പോകുന്നത്. ജീവനെ പ്രതി, നിത്യജീവനെ പ്രതി പ്രിയപ്പെട്ട മക്കളെ, ആ സഹനങ്ങളെ തള്ളിക്കളയരുത്. നീ നിന്റെ കർത്താവിനോട് ഏകാന്തതയിൽ പ്രാർത്ഥിക്കാം. ശാന്തമാവൂ, ഞാൻ ദൈവമാണെന്ന് അറിയൂ എന്ന് സങ്കീർത്തകൻ നമ്മെ നന്നായി ബോധ്യപ്പെടുത്തുന്നില്ലേ? നീ നന്നായി പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും. നിന്റെ സഹനങ്ങളൊന്നും നിനക്ക് ഭാരമേറിയ അനുഭവം നൽകുന്നതല്ല എന്ന് നിനക്ക് ബോധ്യപ്പെടും. അതുമാത്രമല്ല, അത് മധുരതരമായി മാറുകയും ചെയ്യും. അത് വലിയ അനുഭവം നൽകുന്ന സത്യത്തിൻ്റെ അനുഭവമായി മാറുകയും ചെയ്യും. അത് വലിയ സാക്ഷ്യമായി മാറും. അങ്ങനെ ഈ 50 ദിനങ്ങൾ നിനക്ക് പുണ്യത്തിൻ്റെ വഴിയെ നടക്കാനുള്ള ആത്മബലം നൽകുന്ന, സഹനത്തെ ജയിക്കുന്ന അഭിഷേകത്തിൻ്റെ അനുഭവം നൽകട്ടെ.